കരിപ്പൂരിൽ വൻ MDMA വേട്ട. 1 കിലോയോളം MDMAയുമായി യാത്രക്കാരൻ പിടിയിലായത് തൃശൂർ കൊരട്ടി സ്വദേശി ലിജീഷ്. ലഹരി മരുന്നെത്തിച്ചത് ദമാം വഴി. സ്കൂൾ വികസനത്തിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM ശ്രീയിൽ ചേരാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ. നീക്കം CPIയുടെ എതിർപ്പ് മറികടന്ന്. കേന്ദ്രത്തിൽ നിന്ന് അവകാശപ്പെട്ട ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് തീരുമാനമെന്ന വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകൂ എന്നും V ശിവൻകുട്ടി. പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി അറിയില്ലെന്ന് മന്ത്രി K രാജൻ. നെയ്യാറ്റിൻകരയിലെ സ്ത്രീ ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്കിളിനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ. ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തന്നോട് മോശമായി പെരുമാറി. കടയിൽ വെച്ചും തന്നെ ശല്യം ചെയ്തു. അയാൾ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും കുറിപ്പിൽ പരാമർശം. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പ്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഇടുക്കിയിൽ മഴക്കെടുതി തുടരുന്നു. കനത്ത മഴയിൽ വ്യാപക കൃഷിനാശം. പലയിടങ്ങളിലും വെള്ളത്തിനടിയിൽ. റോഡിലേക്ക് ഇടിഞ്ഞു വീണ മൺകൂനയിൽ ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 139 അടിക്ക് മുകളിൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം. കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക്. 2 ദിവസത്തെ ചോദ്യം ജയിലിൽ. ഉദ്യോഗസ്ഥർക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി. കിളിമാനൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തു. പോറ്റിയുടെ ബാങ്ക് ഇടപാടുകൾ മരവിപ്പിക്കാൻ നീക്കം.